വളരെ സ്പെഷ്യലായ ഒരു കറിയാണ് ഞാൻ ഇന്ന് വെച്ചത്. സിമ്പിളാണ്. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിട്ട് അത് കാരണം വല്യമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ വെക്കണമെന്ന് തോന്നി. ഇത് ആണ് ഞങ്ങളുടെ പച്ചമാങ്ങ കറിയാണ്, വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ പച്ചമാങ്ങ കറി. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ, ഞങ്ങൾ കൊച്ചമ്മച്ചി എന്നായിരുന്നു വിളിക്കുന്നത്, വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ആ ദിവസമായ കാരണം വല്യമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പം മാങ്ങ കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയും പിന്നെ മുരിങ്ങയ്ക്കയും ചക്കക്കുരുവും ഒക്കെ ഇട്ട് ഞങ്ങൾ ഉണ്ടാക്കും. ഇവിടെ ഇപ്പോൾ മുരിങ്ങയ്ക്ക ചക്കക്കുരു ഒന്നും ഇല്ലാത്തതുകൊണ്ട് പച്ചമാങ്ങ ഇട്ട് ഞങ്ങൾ സാധാരണ വയ്ക്കുന്ന ഒരു പച്ചമാങ്ങ കറി, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഈ പച്ചമാങ്ങ ഒരുപാട് പുളിയുള്ള മാങ്ങയാണ്, ഇച്ചിരി മതി, അങ്ങനെ ഒത്തിരി പുളി വേണ്ട. ഇതൊന്ന് ചെത്തി ഇതിൻ്റെ പകുതി ഒരു കഷ്ണം മതി, ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കാം. ഞാൻ എടുത്തപ്പോൾ പഴുത്ത പോലെ തോന്നി, ഞാനൊന്ന് മുറിച്ച് കഴിച്ച് നോക്കിയതാ, ഭയങ്കര പുളി. അപ്പോൾ ഈ ഒരു കുഞ്ഞു കഷ്ണം മാത്രം മതി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. അത്രയും ഞാൻ തിന്നു. ഇതിനകത്തോട്ട് 2 പച്ചമുളകും കൂടെ കീറിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വേഗം വേവും മാങ്ങയും പച്ചമുളകും. അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകണ്ട കേട്ടോ, അത് കഷ്ണമായിട്ട് കിടക്കണം. നമ്മൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഇനി അരപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിങ്ങനെ തേങ്ങ കഷ്ണമാക്കി എടുത്തത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്ന് ചെയ്യാവുന്ന ഒരു ആയിട്ടില്ല. അപ്പോൾ തേങ്ങ തീരുമാനമൊന്നും വയ്യ, ഞാൻ ഇരുന്നുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അധികം നടക്കാനൊന്നും പറ്റത്തില്ല എപ്പോഴും. പിന്നെ ചുമന്നുള്ളി, ഇച്ചിരി മുളക് പൊടി, കുറച്ച് ജീരകം, ചെറിയ ജീരകം കേട്ടോ, നമ്മൾ ഈ ചെറിയ ജീരകം, 3-4 വെളുത്തുള്ളി, ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ അരപ്പ്. സത്യം പറയാലോ, എൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നുപോയി. 1/2 ടീസ്പൂൺ ഉലുവ. നമ്മൾ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കുവാണെങ്കിൽ 1 ടീസ്പൂൺ എടുക്കാം. ഇത് ഞാൻ മറന്നുപോയിട്ടാണ് കേട്ടോ, അപ്പോൾ അത് മറക്കരുത്, അതിട്ട് അരയ്ക്കണം. അപ്പോൾ നമ്മളിത് ഇവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് കറിക്കകത്തിട്ട് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാൻ സമയത്ത് ഇത്രയേ ഉള്ളൂ കറി. ഇനി ഇത് കടുക് വറുത്ത് ഇട്ടാൽ മതി. വളരെ ഫേമസ് ആയിട്ടുള്ള എന്നാൽ നല്ല എളുപ്പമായിട്ടുള്ള നന്നി നാടൻ കറിയാണ് മാങ്ങാക്കറി. പച്ചമാങ്ങ പഴുത്ത മാങ്ങ കറി അത് ഡിഫറൻറ്റ്. പച്ചമാങ്ങയും നമ്മളിതുപോലെ തന്നെ കറി വയ്ക്കും, വളരെ ഫേമസ് ആണത്. ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് വെള്ളം പോലെ ആവണ്ട, ഇതുപോലെ ഒന്ന് ഇരിക്കണം. തീരെ അങ്ങ് കുറുകിയല്ല, നമ്മുടെ ഒഴിച്ചുകറിയുടെ ഒരു പരുവം, അത്ര മതി. ഇനി ഇത് ഓഫ് ചെയ്യാം. തിളച്ചങ്ങ് പോയി പിരിഞ്ഞു പോകണ്ട, ഈ ഒരു തിള വന്നാൽ മതി. വേപ്പില, മുളകൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതിൻ്റെ കുരുവൊക്കെ, അതായത് മുളക് അരിയെല്ലാം പുറത്ത് വരുന്ന രീതിയിലൊന്നും ഇടുന്നാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അത് സിമ്പിളായിട്ടൊരു കാര്യമാണ്, എന്നാലും നല്ല ഒരു വ്യത്യാസം. ഉള്ളി, ചെറിയ ഉള്ളി തന്നെ മുറിച്ചിടണേ. നല്ലപോലെ വറുത്തിട്ടുണ്ട്, ഉള്ളിയൊന്നും കരിഞ്ഞു പോയിട്ടില്ല. നമുക്ക് വേഗം എടുത്ത് കറിക്കകത്തോട്ട് ഒഴിക്കാം. ചോറ്റുപാത്രത്തിനകത്താണ് ഞാൻ കറി എത്തിയിട്ട്, കാരണം എനിക്ക് കാലം കൊണ്ട് ഓടി നടന്ന് പാത്രം വറുക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഈ പാത്രത്തിലാണ് കണ്ടത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒഴിച്ച് വെച്ചിട്ട് അങ്ങ് വറുത്ത് ഇടാമെന്ന് വെച്ചു. കുറച്ചുകൂടെ ഉണ്ട്, അപ്പോൾ ഞാനത് ബാക്കിയൂടെ ഇങ്ങോട്ട് തട്ടിയിട്ട് വരാം. വളരെ സ്പെഷ്യലായ ഒരു കറിയാണ് ഞാൻ ഇന്ന് വെച്ചത്. സിമ്പിളാണ്. ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിട്ട് അത് കാരണം വല്യമ്മച്ചിയുടെ ഒരു സ്പെഷ്യൽ വെക്കണമെന്ന് തോന്നി. ഇത് ആണ് ഞങ്ങളുടെ പച്ചമാങ്ങ കറിയാണ്, വല്യമ്മച്ചിയുടെ സ്പെഷ്യൽ പച്ചമാങ്ങ കറി.